with the basic knowledge of financial accounting, orchestrating the performance of an organization. അതാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നല്ല ഫ്ലേവറും ഉള്ളത് ചെയ്യാൻ പറ്റും. അല്ലാതെ വെറും കണക്കെഴുതുന്ന പരിപാടിയല്ല. നന്നായിട്ട് അക്കൗണ്ടിങ് ഹാൻഡിൽ ചെയ്യാൻ, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്ക് ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെ ഓർക്കസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. സാർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ എത്രത്തോളം സ്റ്റുഡൻസിന് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡിനെ പറ്റി ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊന്ന് പറയാമോ സാർ? തീർച്ചയായിട്ടും. ഈ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ട്രഡീഷണലി ഈ കുട്ടികൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക, അതൊരു പ്രോസസ്സാണ്. അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറയും. സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നുള്ള കോൺസെപ്റ്റിൽ തന്നെ അത് ചെയ്ത് കഴിഞ്ഞ് അത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഇത് തീരുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിൽ. അത് നമ്മളുടെ അനലിറ്റിക്കൽ സ്കില്ലും നമ്മളുടെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലെയർ ആൻഡ് ഫ്ലേവറാണ്. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് യു ക്യാൻ ഹാവ് എ വണ്ടർഫുൾ കമ്പാരിസൺ ഓഫ് ദ റിസൾട്ട്സ് ഓഫ് ദ ബിസിനസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പൊതുവേ പറയുന്നൊരു കാര്യമാണ്, സി വിത്ത് ദ ബേസിക് നോളജ് ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, അതിൻ്റെ കൂടെ ഈ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഫ്ലേവറും അതിൻ്റെ കുറേ ടെക്നിക്കലായിട്ടുള്ള സംഭവങ്ങളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഫൈനാൻസ് ഹെഡിന് ഹീ ക്യാൻ ഓർക്കസ്ട്രേറ്റ് ദ പെർഫോമൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. കാരണം ഒരു ഓർഗനൈസേഷൻ പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ പല ഫങ്ഷണൽ ഏരിയാസ്, ആ ഫങ്ഷണൽ ഏരിയാസ് എന്ന് പറഞ്ഞാൽ നമുക്കെടുത്ത് നോക്കാം. യുവർ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, യുവർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, യുവർ സിസ്റ്റംസ്, പ്രൊക്വയർമെൻറ്റ്, ദെൻ പർച്ചേസ് ആൻഡ് പ്രൊക്വയർമെൻറ്റ്, ഇങ്ങനെ പല പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഫങ്ഷനിങ്. ഒരു മ്യൂസിക് പാർട്ടി അല്ലെങ്കിൽ ഒരു മ്യൂസിക് ടീം, അവർ വേരിയസ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് ഒരു ഓർക്കസ്ട്ര പെർഫോം ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഒരു അപശബ്ദം വന്നു കഴിഞ്ഞാൽ ആ പെർഫോമൻസ് അവിടെ തീരില്ലേ? ഇത് റെഗുലേറ്റ് ചെയ്യുന്ന റോളാണ് ഈ പറയുന്ന ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് നന്നായിട്ട് പഠിച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ലെവലിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അതാണ് അത് മാത്രമൊന്നുമില്ല, ഓർക്കസ്ട്രേറ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് ഒരു ഓർഗനൈസേഷൻ. അതാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നല്ല ഫ്ലേവറും ഉള്ളവർക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ വെറും കണക്കെഴുതുന്ന പരിപാടിയല്ല ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. അത് പഴയ ഒരു കൺസെപ്റ്റാണ്. അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ കണക്കപ്പിള്ള. ഇപ്പോൾ അങ്ങനെയല്ല. അക്കൗണ്ടൻ്റ് ചാർട്ടേഡാണ്. സെക്രട്ടറി, പഴയ സെക്രട്ടറി പേഴ്സണൽ സെക്രട്ടറി എന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു. അല്ല, ചാർട്ടേഡ് സെക്രട്ടറിയാണ്. എന്താ ഈ ചാർട്ടേഡ് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓൾ ദീസ് qualifying examinations like chartered accountant, chartered secretary, actually cost and management accountant is chartered management accountant ആയിരുന്നു അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടിൻ്റെ പേര്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് വേറെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് മാറ്റിയതാണ്. ഇതെല്ലാം തന്നെ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതുകൊണ്ടാണ് ഇത് ചാർട്ടേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആർ മച്ച് മോർ ഫോർ ഈച്ച് കാറ്റഗറി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നന്നായിട്ട് അക്കൗണ്ടിങ് ഹാൻഡിൽ ചെയ്യാൻ, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്ക് അതിൽ നിന്നുള്ള മറ്റുള്ള ബ്രാഞ്ച് ഓഫ് നോളജും കൂടെ ഇതിനെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെ ഓർക്കസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും.